വചനമൊഴി നവംബർ 6. വചനഭാഗം വെളിപാട് 3:8-13, മത്തായിയുടെ സുവിശേഷം 9:35-38. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. കാരണം ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു അവർ. പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്ന ആ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നുന്ന തമ്പുരാൻ പരിഭ്രാന്തരായവരെ ആശ്വസിപ്പിക്കുക, നിസ്സഹായരായവർക്ക് സഹായം നൽകുക. അതാണ് ഈശോയുടെ സുവിശേഷം. ഈശോയുടെ സുവിശേഷത്തിന് അനുയായികളാകുന്നവരുടെ ദൗത്യവും അതുതന്നെയാണ്. ഇന്ന് ലോകത്തിൽ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്നവർക്കും പരിഭ്രാന്തരായി കഴിയുന്നവർക്കും ഈശോയെ ആവശ്യമുണ്ട്. ഈശോയെ നൽകുക എന്നത് സുവിശേഷമാകുക എന്നതാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും ദൗത്യം നിസ്സഹായർക്ക് സഹായമേകുക, പരിഭ്രാന്തരായി കഴിയുന്നവർക്ക് ആശ്വാസമേകുക. നമ്മുടെ അനുദിന ജീവിതത്തിലും മിശിഹായുടെ വചനം സ്വീകരിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന വിളവയലിലെ വേലക്കാരായി മാറുവാൻ, കർത്താവിൻ്റെ സുവിശേഷം നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പങ്കുവയ്ക്കുവാൻ ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.